എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ദൈവ ശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കുവാനിടയാകണം. അതിനുവേണ്ടി സമയം ചെലവഴിച്ചാലും, അതിനുവേണ്ടി അല്പം കാലതാമസം വന്നെന്ന് പറഞ്ഞാലും ദൈവ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്ക് അനുഗ്രഹമാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ശരിയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസം നമുക്കുണ്ട്. ഞാൻ വിശ്വാസത്തോടെ അത് ചെയ്തു, വിശ്വാസത്തോടെ ഇത് ചെയ്തു, ശരിയാണ്. പക്ഷെ അതിനോട് ഒരുമിച്ച് ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയാകണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം പറഞ്ഞപ്പോൾ അത് അനുസരിപ്പാനിടയായി. അപ്പൊ വിശ്വാസം മാത്രം പോലെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ചുവട് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എത്തണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിശ്വാസവും അനുസരണവും കൂടി അനുസരണവും കൂടി ആവശ്യമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു, ശരിയാ. അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്റെ ചാർച്ചക്കാരെ, പിതൃഭവനത്തെ, ദേശക്കാരെ, ആ വാക്യം നോക്കിയ 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിലാണ് ആ സ്പെഷ്യൽ ഒരു ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, നീ നിന്റെ ദേശക്കാരെ, ചാർച്ചക്കാരെ, പിതൃഭവനക്കാരെ വിട്ടു പുറപ്പെടണം. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഇതെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു വിഷയമല്ല. കാരണം ഞാൻ പലപ്പോഴും പല വ്യക്തികളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർ പറഞ്ഞ നാട്ടിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാരമ്പര്യം ഒന്നും വിട്ടുവരുവാൻ എനിക്ക് ഒരുക്കമല്ല. കാരണം എന്നെ നോക്കുന്ന അനേകരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനേകരുണ്ട്. അവരിൽ നിന്നല്ല, നീ പറഞ്ഞതെല്ലാം സത്യമാ, ശരിയാ, പക്ഷേ ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ പാരമ്പര്യം വിട്ടുവരുവാൻ ഞാൻ ഒരുക്കമല്ല. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ നാം വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം വലുതാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശക്കാരെ വിടണം, നിന്റെ